സമയം 6 മണിയായി രാവിലെ. തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 9 ഡിഗ്രീസാണ് ഡൽഹിയിൽ. രാത്രിയാകുമ്പോഴത്തേനും 3 ഡിഗ്രി, ഒരു മണി 2 മണിയാകുമ്പോഴത്തേനും അത്രയാവും. ഭയങ്കര തണുപ്പാണ് ഇപ്പം. രാവിലെ ഇട്ടിട്ട് തന്നെ നമ്മുടെ ഡെയിലി പരിപാടി ഇപ്പോഴും എന്ന് വെച്ചാൽ യാവിൻ്റെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചായ വേണം. അതും അതിനെ ക്വാലി ചായ, ജിഞ്ചർ ഇട്ടത്, അതൊക്കെ ചതച്ച് വെച്ച് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലുണ്ട്. ഞാൻ രാവിലെ എൻ്റെ ഈ ചായ ഉണ്ടല്ലോ, ഫുൾ ഒരു ദിവസത്തിനുള്ള ചായ ഫുൾ ഉണ്ടാക്കും. ഒരു 3-4 കപ്പെങ്കിലും ഞാൻ ഉണ്ടാക്കും. കാരണം പണി ചെയ്യുന്ന സമയത്ത് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ഫ്ലാസ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാസ്കിൽ ഞാനത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കുടിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നതിന് വേണ്ടി പിന്നെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ചിലവർക്ക് ഫ്ലാസ്കിൽ നിന്ന് കുടിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, വാട്ട് ടു ഡു. You don't have to keep making always, right? അപ്പോൾ ഞാൻ പറയാൻ വരുന്ന പറഞ്ഞാൽ ഐ എം സോറി ഗൈസ്, എനിക്ക് അധികം എന്നുവെച്ചാൽ ഞാൻ വീഡിയോ ഉണ്ടാക്കിയിരുന്നില്ല കുറേ നാൾ. എന്താ ചായ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വാട്സപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെയും പിന്നെ ഇമെയിൽ വരെ ചെയ്തിട്ടുണ്ട് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ദാറ്റ് എനിക്ക് ലവിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഫൈനലി ഞാൻ വിചാരിച്ചു ഓക്കെ, നൗ ഐ നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ഡിസംബർ. കാരണം ഞാൻ വന്നതും ഈ തണുപ്പ് സമയത്തിന് കഴിഞ്ഞ പോലെ ഞാൻ വന്നിട്ട് പിന്നെ ഈ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ദുബായ് വിടുന്ന സമയത്ത് മുതൽ ഞാൻ തുടങ്ങിയായിരുന്നു. പിന്നെ തണുപ്പ് പോലെ ഞാനങ്ങോട്ട് ഡൽഹിയിലെ വീഡിയോസാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് താങ്ക്ഫുള്ളി നല്ലതാണ് നടന്നത്. എനിക്ക് യാതൊരു പ്രശ്നങ്ങളും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പം നല്ലത് നടന്നതേ പറയാനുള്ളൂ എനിക്ക്. പിന്നെ അതിൽ പലരും ഓഫ് കോഴ്സ് നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കമൻറ്റ് ചെയ്യണത്. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഗിലാ ഷിക്വ എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ. എനിക്ക് അങ്ങനത്തെ വല്ല പ്രശ്നമൊന്നുമില്ല അവരായിട്ട്. അവരുടെ തിങ്കിങ് ആണ്. സോ ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. So yeah, so a lot of people have challenged me at that time when I came last year that നീ 2-3 മാസം കഴിയുമ്പോഴും അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴും തിരിച്ച് ദുബായിക്ക് തന്നെ പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നു. നോ, ഐ ആം നോട്ട്. ഐ ആം സ്റ്റിൽ ഹിയർ. 1.5 കൊല്ലം, ഇപ്പോൾ 1 കൊല്ലം 2 മാസത്തിനും മുകളിലായി ഞാനിവിടെ തന്നെ ഉണ്ട്. ആൻഡ് ഐ ആം ഗോയിങ് ടു സ്റ്റേ ഹിയർ ഓൺലി. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് എനിവെയർ എൽസ്, ലിവിങ് ഇന്ത്യ നൗ എനിമോർ. ഇന്ത്യയിലും ഇന്ത്യയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എല്ലാ കൺട്രിയുടെയും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഐ തിങ്ക് I will sustain here more than in any other country. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഞാൻ ഇന്നലെ അമേസോണിൽ നിന്ന് വരുത്തിച്ചത്. ഇന്നലെ വന്നിട്ട് ഞാൻ തുറന്നിട്ടില്ല. കാരണം എൻ്റെ ടൂൾ ബോക്സ് ഉണ്ട് കുറേ ഇഷ്ടം പോലെ. ഇപ്പോൾ ബൈക്ക് മേടിച്ച് പിന്നെ ഞാൻ എൻ്റെ റിപ്പയറിങ്ങൊക്കെ ഞാൻ സ്വന്തം ചെയ്യാറ്. ഇപ്പോൾ എല്ലാതും നമുക്ക് സ്വന്തം പഠിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ വി കനോട്ട് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾ. അപ്പോൾ ഒരു ചെറിയൊരു ടൂൾ ബോക്സ് മേടിച്ചു. കാരണം എല്ലാതും ഇപ്പോൾ കച്ചറായിട്ട് എടുക്കണം. ഞാൻ കാണിച്ചത് നിങ്ങളെ. അപ്പോൾ ഈ ടൂൾ ബോക്സിൽ നമ്മുടെ എല്ലാ ടൂൾസും ഇതിൽ വരും. ദുബായിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കാറ് ഞാൻ സ്വന്തം റിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിൽ അത്രയും വലിയ എൻജിനൊന്നുമല്ല, ചെറിയൊരു ബൈക്കുണ്ട്. ആ ബൈക്കിൻ്റെ നമ്മുടെ സാധനം ഇവിടെ വന്നിട്ട് ആകാനുള്ള ഒരു ഏർണിങ്ങിൽ ഉള്ള ബൈക്ക്. ബോക്സും നോക്കാം. ഇത് നമ്മുടെ സ്റ്റാൻലി ടൂൾ ബോക്സാണ്, നല്ല ടൂൾ ബോക്സാണ്. ഇതിൽ ഹോപ്പ്ഫുള്ളി എൻ്റെ എല്ലാ ടൂൾസും വരണം. ഇപ്പം എല്ലാതും പരന്ന് കിടക്കുക. അമേസോണിൽ നിന്ന് മേടിച്ച ഞാൻ. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാതും കിട്ടും ബൈ. ഇത് കണ്ടില്ലേ, അടിപൊളി സാധനം, നല്ല ഹെവി സാധനം, നല്ല ഹെവി സാധനം കേട്ടോ. നല്ല ഇറ്റ്സ് നോട്ട് ചീപ്പ് ക്വാളിറ്റി. ഇതൊക്കെ സാധനങ്ങൾ അയ്യോ, കുറേ സാധനങ്ങൾ വരില്ല. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ടൂൾ ബോക്സ്. ഇപ്പം ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അതിലേക്ക് എടുത്ത് വയ്ക്കാം, സെറ്റപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടണില്ലേ എന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന എപ്പോഴെന്നറിയോ, നമ്മൾ വിഷമിക്കാൻ പാടില്ല. വാട്ട് എവർ ഇസ് ഗോൺ എന്ന് നമ്മൾ പറഞ്ഞ മാതിരി
എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ ദുബായിൽ നമ്മൾ 30 കൊല്ലം ജീവിച്ചിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര സാധനങ്ങൾ നമ്മളുടെ അവിടെ ഉണ്ടായിരുന്നു ദുബായിലുള്ളത്. അതെല്ലാതും നമ്മൾക്ക് ഡിസ്പോസ് ചെയ്തിട്ട് വരേണ്ടി വന്നു. മനസ്സിലായോ? അത് ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമ്മുടെ നാടായതുകൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും നമ്മൾക്ക് നമ്മുടെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാം. സോ യു ഡോണ്ട് ഹാവ് ടു ഡിസ്പോസ് ഓഫ് എനിത്തിങ്. എവറിത്തിങ് ഈസ് യോഴ്സ് ആൻഡ് എവറിത്തിങ് ഈസ് വിത്ത് യു. പക്ഷേ ദുബായിലുള്ള സമയത്ത് ഉണ്ടായിരുന്ന നമ്മളെ എല്ലാ സാധനങ്ങളും സത്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഗോൺ. നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇപ്പം പോയത് പോയി. പക്ഷേ ഇറ്റ്സ് ഓക്കെ. സോ നൗ വി ആർ റീബിൽഡിങ് അഗെയിൻ, മേക്കിംഗ് അവർ ലൈഫ് അഗെയിൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് യാതൊരു വിഷമമില്ല. എന്ന് വെച്ചാൽ ഐ നോ ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് മീ ഫോർ എ ലോങ് ടൈം. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ കുറേ ഫായ്ദകളുണ്ട് നമ്മൾ നമ്മളുടെ നാട്ടിൽ താമസിക്കുമ്പോൾ. കാരണം യു ഡോണ്ട് ഹാവ് ടു ഹാവ് ദാറ്റ് ഫിയർ. നാട് വിട്ട് ഓടിപ്പോണം അങ്ങനത്തെ ഒരു ഇതൊക്കെ, അങ്ങനത്തെ പല കാര്യങ്ങളും. സമയത്രേ 7 മണി. 7:30 അവനെ വിളിക്കണം. നമ്മളെ വീട് ചെറുതായാലും വലുതായാലും പണി ഒരിക്കലും കഴിയില്ല. എന്തെങ്കിലും പണികൾ ആയിക്കൊണ്ടിരിക്കും ഇവിടെ എപ്പോഴും. ബോക്സ് എന്തെങ്കിലും ആവശ്യം വരും. ലെറ്റ്സ് യാവിൻ്റെ ഇപ്പോൾ വിൻ്റർ സ്കൂളായതുകൊണ്ട് ടൈമിങ് ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ 8 മണിക്കാണ്, 8:10 മുമ്പ് എത്തണം അവൾക്ക്. അപ്പോൾ അല്ലെങ്കിൽ 7:30 ഞാൻ അവനെ വിട്ടിരുന്നത് ആദ്യം. ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടി സമയം കിട്ടുന്നുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7:30 ഞാൻ അവനെ വിളിക്കും. 7:30 ഒരു അരമണിക്കൊണ്ട് മതി അവനക്ക്. അപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വയ്ക്കും. ഇത് കണ്ട ടയർ പ്രഷർ ഗോജത് ഇതുവരെ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു സംഭവം കൂടി വരാണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വോൾമടിക്കില്ലേ, ഇതൊക്കെ ആകെ ഇതായിപ്പോയി. എൻ്റെ ഇതൊക്കെ ശരിയാക്കണം. ഞാൻ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോണിയുടെ ഹോളടിക്കാണ്ട് ഒരു ഡ്രില്ലർ മെഷീൻ മേടിച്ചിട്ടുണ്ട്. കണ്ട ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമുക്ക് അപ്പോൾ വീടിൻ്റെ ഫിക്സിങ്ങോ എല്ലാതും നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ആൾക്കാരെ. ഇപ്പോൾ ആണിയൊക്കെ വന്നു, പക്ഷേ ഡ്രില്ലിങ് മെഷീൻ വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഓക്കെ, പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് യാവിൻ്റെ ലഞ്ച് ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറേ ഇതൊക്കെ പരിപാടികളൊക്കെ പഠിച്ച് എന്ത് കഴുകി കഴിഞ്ഞിട്ട് കുറേ ഇവിടെ വന്നിട്ടില്ല, കുറേ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ പറഞ്ഞേ വെറുതെ ഇരിക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുക്കിങ് ഞാനിപ്പോൾ കുറച്ചൊന്ന് നല്ലോണം ഒന്ന് പഠിച്ച്. ചിക്കൻ മഞ്ചൂരിയൻ റൈസിൻ്റെ ഒപ്പം അവനക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എൻ്റെ ഏറ്റവും ലാസ്റ്റ് വ്ളോഗ് ഇട്ടില്ലേ, ഈ വ്ളോഗ് വീഡിയോയിൽ മുമ്പ്, അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് മൈൻഡ് കമൻറ്റിങ് വാട്ട് എവർ ഹി കമൻറ്റഡ്. എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഇൻഫോർമേഷൻ ഓർ നത്തിങ് ഇൻ ദിസ് ചാനൽ എന്നും പറഞ്ഞിട്ട്. എനിക്ക് നിങ്ങളോട് ആകെ ഒരു കാര്യം പറയുള്ളൂ, ഞാൻ എൻ്റെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യണം. ഓക്കെ, ഐ ആം പോസ്റ്റിംഗ് സംതിങ് വിച്ച് ഈസ് അബൌട്ട് മൈ ലൈഫ്, വാട്ട് എവർ ഐ ആം ഡൂയിങ്. And we have a medium which is called as YouTube, so I am posting that through YouTube. So if you feel that നിങ്ങൾക്ക് ഈ ചാനലിൽ അധികമൊന്നും കിട്ടണില്ല ഇൻഫർമേഷനോ, നിങ്ങൾ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ബൈ സെർച്ച് ബാർ ഉണ്ട് അവിടെ, സെർച്ച് ബാർ ടൈപ്പ് ചെയ്തോ. ഇഫ് ദ സെർച്ച് ബാർ ഹാസ് ഗോട്ട് യു ടു മൈ ചാനൽ, ഐ എം സോറി, that's not my mistake. So if you are not interested in my channel, please you can browse away and find something else also to watch. ഇഷ്ടംപോലെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. എൻ്റെ ചാനലിൽ ഇതൊക്കെ ഉള്ളൂ, എൻ്റെ നോർമൽ ഒരു ലൈഫ് സ്റ്റൈല്. പിന്നെ ബേസിക്കലി ഞാൻ തുടങ്ങാൻ കാരണം ഞാൻ പറഞ്ഞ് ഞാൻ ദുബായ് വിട്ട് വന്ന് അവിടെ നിന്ന് തുടങ്ങിയത് എൻ്റെ മൈ സ്ട്രഗിൾസ് ടു മൈ വാട്ട് എവർ ഐ എം അച്ചീവിങ്, അതിനെ പറ്റിയിട്ടുള്ളതാണ് എൻ്റെ ലൈഫ്. സോ ഇഫ് യു ഗൈസ് ഫൈൻഡിങ് ഈസ് സംതിങ്, പിന്നെ എല്ലാതും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവമല്ലല്ലോ. ഇറ്റ് ടേക്സ് ടൈം ടു ബിൽഡ് അപ്പ് യുവർ ലൈഫ് ഓർ വാട്ട് എവർ യു ഹാവ് ബീൻ ഗോയിങ് ത്രൂ. അപ്പം അതനുസരിച്ചിട്ട്
എങ്ങനെയുണ്ട് ചിക്കൻ മഞ്ചൂരിയൻ? കാണാൻ രസമില്ലേ? ഇന്നലെ നമ്മൾ നല്ലോണം കഴിച്ചു ഫുള്ള്. അവനക്ക് ഈ ചൈനീസ് ഭയങ്കര ഇഷ്ടമാണ്. He likes Chinese food. So I thought I'll give him this. And I'm sure he'll definitely finish this today. ഇന്ന് ഫുള്ള് തീർത്തിട്ടേ പറ്റുള്ളൂ അവൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് കുറച്ചും കൂടി ചാർന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി സെറ്റ്. മെയിൻ തലവേദന ഇതിന്. രാവിലെ എന്തുണ്ടാക്കണം, അവൻ എന്ത് അയച്ചു കൊടുക്കണം, യുനോ basically ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തലവേദനയാണ്. I mean most of the mothers or fathers who are like me, they must be knowing how difficult it is to think about what to cook for their lunch box. അല്ലേ? അത് കഴിഞ്ഞിട്ട് യെസ് ഇതിൻ്റെ മൂടിയ ഓക്കെ സ്പൂൺ. 7:30 അവനെ വിളിക്കാനുള്ള സമയം. യാവിൻ 7:30. Get up, beta. 7:30, come. I'll give you water. Get up, 7:30. Yesterday we got late. Yavin, yeah, drink water. Yeah. You woke up at 5? Yeah. Get up. Hey, പിന്നെയും കിടന്നുറങ്ങിയ എനിക്കടാ. Get up. 7:30. Yesterday we got late. You can remember. Come on. Today we have to be on time. Today is normal dress, right? Okay. I already called Pankaj. Come. Okay. Finally, Yavin is going to school. രാവിലെ വിറ്റ് ഞങ്ങൾക്ക് ഭയങ്കര മൂഡ് ഔട്ടാ. ദുബായ് में बहुत सस्ता है चिकन. दुबई में മീറ്റ് ഐറ്റംസ് സസ്ത. നമസ്കാരം ഗൈസ്. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് ഇന്നത്തെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ 2 മാസം എവിടെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സഞ്ജീവിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പാർക്കിൽ. നമ്മളുടെ ഡെയിലി വാക്കിംഗ് അതൊക്കെ റുട്ടീനായിട്ട് നടക്കുന്നുണ്ട് നമ്മളുടെ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിലെ പൊല്യൂഷൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഞാനും സഞ്ജീവും നമ്മളുടെ ഒരു 4 കിലോമീറ്റർ ഇല്ല, 4 കിലോമീറ്റർ വാക്കിങ് നമ്മൾ ഡെയിലി ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് 6 കിലോമീറ്റേഴ്സ് യെസ് നമ്മൾ ഡെയിലി ചെയ്യാറുണ്ട്. അതും നിർത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ഡെയിലി പോകുന്നുണ്ട്. അവനവൻ്റെ മോനെ സ്കൂളിൽ വിട്ട് വരും, ഞാനും വരും, പിന്നെ നമ്മളിത് നടക്കും. പിന്നെ ബാക്കിയുള്ള പരിപാടി വീട്ടിൽ വന്നിട്ട് ജോലിയും തിരക്കും അതിൽ തന്നെ. ഡൽഹിയിലെ തണുപ്പുണ്ടല്ലോ ഇപ്പോൾ, അതിനെ പറ്റിയിട്ട് പറയാനുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ തണുപ്പിനേലും ഡബിളായിട്ടുണ്ട്. ഇത്ര രാത്രി 3 ഏറ്റവും മിനിമം 3 ഡിഗ്രി വരെ എത്തി ഇപ്പോൾ നമ്മൾ. പിന്നെ രാവിലെ കുഴപ്പമില്ല, കുറച്ച് ഓക്കെയാണ്. निकल गया इधर രാവിലത്തെ നടപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചായക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ചായ കുടിക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സഞ്ജീവ് നായർ ഫ്രം തൃശ്ശൂർ. എവിടെ തൃശ്ശൂർ? നീ തൃശ്ശൂർ മുപ്പളയം, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട. അപ്പോൾ ആരെങ്കിലും ആ ഭാഗത്തുള്ളവരെന്ന് വെച്ചാൽ ഒരു ഹലോ പറഞ്ഞേക്ക് കമൻറ്റ് ബോക്സിൽ. ഇങ്ങനത്തെ ഒരു ചെറിയ ചായക്കട വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ? അവർ ജീവിക്കണില്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും അതാണ്, നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല?
കുറേ ആൾക്കാർ നമ്മുടെ നാട് വിട്ടിട്ട് പുറത്ത് പോകണു ശരിക്കും. ഇപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എന്നോട് പല ആൾക്കാരും ഞാൻ ദുബായ് വിട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇതൊരു ഡിബേറ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം കാരണമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഒരു 5-6 മാസം കഴിയുമ്പോൾ തിരിച്ച് ദുബായിലെത്തുന്നു. ബായ് ഇന്നത്തേക്ക് ഒരു കൊല്ലം, ഒക്ടോബർ 16-ാം തീയതി എൻ്റെ ഒരു കൊല്ലമായി ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട്. ഇപ്പോൾ ഡിസംബർ എത്തി, അപ്പോൾ ഒരു കൊല്ലം 2 മാസം ആവാറായല്ല ഓൾമോസ്റ്റ് ഡാമിൽ ഇന്ത്യ അറിയാം. എനിക്കിപ്പോഴും തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. ആൻഡ് ഐ ആം ക്വൈറ്റ് ഹാപ്പി. എനിക്കിപ്പോൾ കിട്ടുന്ന സാലറിയും വാട്ട് എവർ ഐ ആം ഏർണിംഗ് അതനുസരിച്ചിട്ട് ഐ ആം റിയലി ഹാപ്പി.